ചടയമംഗലത്ത് MC റോഡിൽ സ്റ്റേറ്റ് ഹൈവേയോട് ചേർന്ന് പാറഖനനം തുടങ്ങിയിട്ട് ഒരു മാസത്തിലേറെയായി. കണ്ടില്ല എന്ന മട്ടിലാണ് അധികൃതർ. ചടയമംഗലം മേടയിൽ ഭാഗത്താണ് ഈ പാറഖനനം നടക്കുന്നത്. നിരവധി വീടുകളും കടകളും പാറഖനനം ചെയ്യുന്നതിന്റെ തൊട്ടു സമീപത്തായി ഇവിടെയുണ്ട്. അധികാരികൾക്ക് ഇതൊന്നും കാണുവാനുള്ള കണ്ണില്ല. പ്രതികരിക്കുന്ന പൊതുജനത്തിന് ഭീഷണി. നിയമപരമായ എല്ലാ ക്രമങ്ങളും പാലിച്ച് ലൈസൻസ് നേടിയിട്ടാണ് പാറഖനനം ചെയ്യുന്നതെന്നാണ് പാറമാഫിയകൾ പറയുന്നത്. എന്നാൽ വയനാട് പോലുള്ള ദുരന്തമുഖങ്ങളിൽ പാറഖനനം ദുരന്തമുണ്ടാക്കുവാൻ കാരണമായെന്ന് മന്ത്രിമാർ ഉൾപ്പെടെ വിളിച്ചു പറയുമ്പോഴും നമ്മുടെ പ്രദേശത്തെ ജനങ്ങൾക്ക് ഭീതി ഉണ്ടാക്കുന്ന തരത്തിലുള്ള പാറഖനനം പുരോഗമിക്കുകയാണ്. നാടിന്റെ ആവാസ വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കുന്ന പാറഖനനങ്ങൾക്കെതിരെ സമൂഹമാകെ സമരപ്രഖ്യാപനങ്ങളും ശക്തമായ സമരമുഖങ്ങളുമായി അധികാരികൾക്ക് മുന്നിൽ നിവേദനങ്ങളും പരാതികളുമായി നെട്ടോട്ടമോടുന്ന അവസരത്തിലാണ് ഇത്തരത്തിലുള്ള നിയമപരമായ സംവിധാനങ്ങളോടുകൂടി ഒരു പാറഖനനം ചടയമംഗലത്ത് നടക്കുന്നതെന്നത് ശ്രദ്ധേയമാണ്. ജടായുപ്പാറയുടെ അടിവാരത്ത് നടക്കുന്ന ഈ പാറഖനനം ആ പ്രദേശത്തെ പാരിസ്ഥിതിക ആവാസ വ്യവസ്ഥയെ തകിടം മറിക്കുമെന്ന ഭയവും നാട്ടുകാർക്കുണ്ട്. ചെറിയവലനല്ലൂർ ആയിരവല്ലിപ്പാറ പൊട്ടിക്കുന്നതിനെതിരെ പാറമാഫിയകൾക്കെതിരെ ഒരു വർഷത്തോളം സമരം ചെയ്യുകയും ഏറ്റവും ഒടുവിൽ ജനകീയ സമരത്തിന് മുന്നിൽ പാറമാഫിയകൾ മുട്ടുമടക്കിയ ചരിത്രമാണ് നമുക്ക് മുന്നിലുള്ളത്. തൊട്ടടുത്ത് ചടയമംഗലം കല്ലുമല അപ്പൂപ്പൻകാവിന് സമീപത്തുള്ള പാറയും പൊട്ടിക്കുവാനുള്ള നീക്കം തകർത്ത് നടക്കുമ്പോഴും അവിടുത്തെ ജനങ്ങൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ സംഘടിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി സമരപരിപാടികളുമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിലാണ് ചടയമംഗലത്ത് MC റോഡിൽ തൊട്ടു സമീപത്തായി നിയമങ്ങൾ പാലിച്ചുകൊണ്ടെന്ന് പറയുന്ന പാറഖനനം നടക്കുന്നത്. ആരൻ്റമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ നമുക്കെന്ത് ചെയ്തമെന്ന വികാരത്തിലാണ് ഇത്തരം നിയമാനുമതി കൊടുക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദങ്ങളുമുള്ളത്. ന്യൂസ് ബ്യൂറോ, ചടയമംഗലം.